ഈ പൈസ കൊടുക്കാത്തതിൻ്റെ വിരോധം കൊണ്ട് ഇവരുടെ കഴുത്തിൽ മാലയുള്ളത് കണ്ടുകൊണ്ടാണ് അത് മോഷണം ചെയ്യണം എന്ന് തീരുമാനിച്ചത്. ഭാര്യ മാതാവിൻ്റെ സ്വർണം അപഹരിച്ച കേസിലെ മുഖ്യ സൂത്രധാരനായ അമീറിനെ ഇന്നലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ. ഇതിലേറ്റവും തമാശ എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ നിന്ന് ആ മാലയും പൊട്ടിച്ചു, അതുപോലെ 2500 രൂപയും കവർ ചെയ്തു. നമസ്കാരം. ഈ ചിറയൻകീഴ് ഡീസൻ്റ് മുക്കിൽ ഉമ്മയുടെ മാല കവർന്ന കേസിലെ പ്രതിയായ അമീറിനെ അവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സ്വന്തം അനിയത്തിയുടെ മകനാണ് ഈ അമീർ. ഇവർ 3 പേർ ചേർന്നാണ് ഈ ഒരു കൃത്യം ചെയ്തത്. ഇതിൽ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. രാജീവ് എന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെയും അതുപോലെ തന്നെ ഈ അമീറിനെയും പിടികൂടിയിട്ടുണ്ട്. ഇനി ഒരു പ്രതിയെ കൂടി കിട്ടാനുണ്ട്. വളരെ സംഘർഷഭരിതമായ രംഗങ്ങൾക്കാണ് അവിടെ ഡീസൻ്റ് മുക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മറ്റേ 2 പേര് ഇവിടെ കയറി എവിടെ വരെ പോകുന്നത്? രണ്ടാമത് അവിടെ ചെന്നിട്ടാണ് വെട്ടുകത്തി അവിടെ കയ്യിലുണ്ട്. അവിടെ ചെന്നിട്ട് ഇപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു. ജിമ്മയുടെ കൂടിയൊക്കെ കായലായിരുന്നു. ഞാനിങ്ങനെ കാണിച്ചിട്ട് പിന്നെ എന്താ മനസ്സിലാക്കാൻ പിന്നെ അറിയാത്തണ്ടായിരുന്നു. കയ്യിൽ മാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ നിന്നെ അതെന്താ അത് വെച്ചോണ്ടോന്ന് എന്താണ്? അല്ലെങ്കിൽ നിന്നെ അറിയത്തില്ലേ? രാവിലെ ആളൊക്കെ കൂടി കുട്ടി വന്നായിരുന്നു. ഇവിടെ വന്നായിരുന്നു. പോലീസ് വന്നപ്പോഴൊക്കെ ഇവിടെ വന്നായിരുന്നു. എന്തോ ഇവിടെ വന്നപ്പം എന്തോ ആളാരാണെന്നൊക്കെ അന്വേഷിക്കുന്ന നീ കൂടെ ഉണ്ട്. എന്നിട്ട് തിരിച്ചു പോയത് സംഭവം എന്നിട്ട് നീ നേരെ ആട്ടോയ്ക്കകത്ത് കയറി പോയോ? ഞാൻ ആട്ടോ വീട്ടിൽ കയറി. അറിയാവുന്നല്ലേ റൂം നേരത്തെ വന്നിട്ടുണ്ടല്ലോ. ലൈറ്റ് ഉണ്ടായിരുന്നു. നീ എവിടെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്? അപ്പൊ അമ്മ ഇവിടെ അപ്പൊ എന്നെ കണ്ടു ചാരി കണ്ട് തിരിച്ചറിയാൻ പറ്റും. ഞാൻ അതിന് കയ്യിൽ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പിന്നെ നീ മാനവഭാവം കഴിഞ്ഞ് കൊടുക്കായിരുന്നു. പൊടിച്ചു പൊട്ടിച്ചിരിക്കുമ്പോൾ പിന്നെ നീ ഇവിടെ പോലീസുകാർ നോക്കും. നമ്മളതിൽ
മനസ്സിലാവുന്ന ക്യാമറ പെട്ടാൽ അതുകൊണ്ടാണ് ഈ മുടങ്ങി പോയത്. ആളെ അറിയായിരിക്കും ഇതിലേക്കൂടെ പോയെന്ന് കാണിച്ചു. ഇങ്ങനെ കയറി അവിടെ മതിയായി. അത് അവിടെ ഏത് വഴി അടിക്കണം അപ്പുറത്ത് ഇവിടെ നിന്നിട്ട് എനിക്ക് ചെന്നിട്ട് ആ മതി അടി അതുവഴിയാണോ? അല്ലല്ല താഴെ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. എൻ്റെ വീട് ഇവിടെ എത്ര ദൂരം മാറിയാണ്? എത്ര ദൂരം മാറിയാണ്? രാവിലെ കൊണ്ട് അല്ല അല്ല അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ വന്നു ഇവരോടൊക്കെ ചോദിച്ചതല്ല. ഉമ്മാടെ മൊബൈലിൽ കോൾ കിട്ടുന്ന അറിയാം. ഉമ്മാടെ മൊബൈലിൽ കോൾ കിട്ടുന്ന ഞാൻ വീട്ടിൽ ചാവിപ്പിച്ചു കോളെടുത്ത് ഞാനാണ് പറഞ്ഞു കുളിക്കുന്നത്. അമ്മയുടെ ഫോണിൽ വന്നപ്പോൾ ആരായിരുന്നു വിളിച്ചത്? ചാച്ചി നീ എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ നീ ഇവിടെ വരാം പറഞ്ഞേ ഇവരുടെ കാര്യം അപ്പോഴേ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 1-ാം തീയതി വെളുപ്പിന് ഡീസൻറ്റ് ജംഗ്ഷനിൽ ഷാജഹാനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഇയാൻ്റെ ഭാര്യ മാതാവിൻ്റെ സ്വർണം അപഹരിച്ച കേസിലെ മുഖ്യ സൂത്രധാരനായ അമീറിനെ ഇന്നലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. അമീർ ആണ് ഈ കേസിലെ പ്രധാന സൂത്രധാരൻ. ഇന്നലെ മനോജിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു. മനോജ് ഇതിനകത്തെ പ്രധാന ഒരു കണ്ണിയാണ്. ഇത് കൂടാതെ ഒരു പ്രതിയെ കൂടി ഇനി നമുക്ക് ഈ കേസിലേക്ക് കിട്ടാനുണ്ട്. ഈ അമീർ ഷാജഹാൻ്റെ തന്നെ ഒരു ബന്ധുവും അടുത്ത് താമസിക്കുന്ന ഒരാളുമാണ്. അമീർ 1.5 മാസം മുമ്പ് ഈ ഷാജഹാൻ്റെ ഭാര്യ മാതാവിനോട് നസീമയോട് 25,000 രൂപ കടം ചോദിച്ചിരുന്നു. ഈ പൈസ കൊടുത്തില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ഈ പൈസ കൊടുക്കാത്തതിൻ്റെ വിരോധം കൊണ്ട് ഇവരുടെ കഴുത്തിൽ മാലയുള്ളത് കണ്ടുകൊണ്ടാണ് അത് മോഷണം ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അതനുസരിച്ച് ഈ സംഭവത്തിൻ്റെ തലേ ദിവസം രാത്രി ഈ 3 പ്രതികളും കൂടി ആറ്റിങ്ങൽ ഒത്തുചേർന്ന് മദ്യപിച്ചു. അവരൊരു മരണ വീട്ടിൽ പോയി അവിടെ വെച്ച് ഇതിൻ്റെ പ്ലാനിങ് എല്ലാം നടത്തിയ ശേഷം അവിടുന്ന് തന്നെ റെയിൻകോട്ടും മാസ്കും ഗ്ലൗസും ഒക്കെ വാങ്ങി കരുതി ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മനോജിൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഇവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഈ മരണ വീട്ടിൽ നിന്ന് പാചകക്കാരുടെ ഒരു വെട്ടുകത്തി കൂടി എടുത്തുകൊണ്ടാണ് ഇവർ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിനകത്ത് കയറി മാല പൊട്ടിക്കുന്നത് അമീറാണ്.
അതല്ലേ അവസാനം അവർ വന്നിട്ട് വിളിക്കും. ഞാൻ ചാർജ് നോക്കിയപ്പോൾ ഈ ഫോണിൽ ചാർജ് ചെയ്യാറ് അങ്ങനെ കയറി കുറച്ച് 3 കേട്ടോ, കുറച്ച് ഇറങ്ങി വന്നതാ. അവിടെ വന്ന് കിടക്കും. ചിലപ്പോഴൊക്കെ തോന്നുമ്പോൾ ഇവിടെയും വന്ന് കിടക്കും. അല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ. എന്റെ ചേട്ടത്തി, എന്റെ താത്തായിരുന്നു, എന്റെ സ്വന്തം താത്ത. ഞങ്ങൾ ഒരു ഉമ്മ മക്കൾ, ഒരു വാപ്പ മക്കൾ, ഒരു ഉമ്മ മക്കൾ. ഇതിലേറ്റവും തമാശ എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ നിന്ന് ആ മാലയും പൊട്ടിച്ചു, അതുപോലെ 2500 രൂപയും കവർ ചെയ്തു. ആ മാല പക്ഷേ മുക്കുവണ്ണമായിരുന്നു. ഈ 2500 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ പ്രതികൾ 3 പേരെ ഇപ്പോൾ ഈ പരിഹാസ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി എത്ര കാലം അവർ ജയിലിൽ കിടക്കേണ്ടി വരും. അതും മാത്രമല്ല, ഈ വെട്ടേറ്റ ഗൃഹനാഥൻ, അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. വളരെ പാവപ്പെട്ട മനുഷ്യനാണ് ഇത്ര ക്രൂരമായി ഈ പ്രതികൾ വെട്ടി പരിക്കേൽപ്പിച്ചത്. ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.